ഒടുവിൽ ബംഗ്ലാദേശിൽ അമേരിക്കയുടെ ശക്തമായ ഇടപെടൽ. ബംഗ്ലാദേശ് ഭരണകൂടത്തിന് അമേരിക്കയുടെ താക്കീത്. ഇനി ഒരു ന്യൂനപക്ഷ ആക്രമണം കൂടി ബംഗ്ലാദേശിൽ ഉണ്ടാകരുത്. ഇന്ത്യയുടെ ഇടപെടലുകൾക്ക് പിന്നാലെ ഇന്ത്യക്ക് പിന്തുണയുമായി ബംഗ്ലാദേശ് വിഷയത്തിൽ ഇടപെടുകയാണ് അമേരിക്കയുടെ മുഖ്യ സുരക്ഷാ ഉപദേഷ്ടാവ് ജാക്ക് സള്ളിവൻ ബംഗ്ലാദേശ് ഭരണകൂടവുമായി ബന്ധപ്പെട്ടതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ബംഗ്ലാദേശിന്റെ വിദേശകാര്യ മന്ത്രിയുമായി ടെലിഫോണിൽ ജാക്ക് സള്ളിവൻ സംസാരിച്ചതായുള്ള വിവരങ്ങളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം ജനുവരി മാസം 20 അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന ഡൊണാൾഡ് ട്രംപിന്റെ താൽപര്യപ്രകാരമാണ് അമേരിക്കയുടെ മുഖ്യ സുരക്ഷാ ഉപദേഷ്ടാവ് ബംഗ്ലാദേശിൽ ഇടപെട്ടത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നത്. ന്യൂനപക്ഷ വേട്ട അവസാനിപ്പിച്ചുകൊള്ളൂ. ഇനി ഒരു ഹിന്ദുവിനും ഒരു ക്രിസ്ത്യാനിക്കും ഒരു ബുദ്ധമതക്കാരനും ബംഗ്ലാദേശിന്റെ മണ്ണിൽ പീഡനം നേരിടേണ്ടി വരരുത്. അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ അമേരിക്കയുടെ ശക്തമായ ഇടപെടൽ ഉണ്ടാകും. ഒരു ഭാഗത്ത് അരാക്കൻ ആർമി ബംഗ്ലാദേശിന്റെ വലിയൊരു ഭൂപ്രദേശം പിടിച്ചുകൊണ്ടിരിക്കുന്നു. അരാക്കൻ ആർമിയുടെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ബംഗ്ലാദേശ് സൈന്യം പിന്തിരിഞ്ഞോടുന്ന കാഴ്ച. മറുഭാഗത്ത് പട്ടിണിയാണ്. കൊടിയ പട്ടിണിയിലേക്ക് ബംഗ്ലാദേശ് എന്ന രാജ്യം കൂപ്പുകുത്തുകയാണ്. ഇന്ത്യയുടെ താണുകേണ 50,000 ടൺ അരി ചോദിച്ചിരിക്കുന്നു ബംഗ്ലാദേശ്. എന്നിട്ടും തീവ്രവാദികളുടെ അഹന്തയ്ക്ക് കുറവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഷേഖ് ഹസീന എന്ന് പറയുന്ന അവരുടെ മുൻ പ്രധാനമന്ത്രിയെ തിരികെ ലഭിക്കണം. ഇന്ത്യയിലേക്ക് മരണത്തിന് തൊട്ടു മുൻപ് രക്ഷപ്പെട്ട് ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത് ഇന്ത്യ രാഷ്ട്രീയ അഭയം നൽകിയ ഷേഖ് ഹസീനയെ തിരിച്ചു കിട്ടാനുള്ള തിട്ടൂരവുമായി ഇന്ത്യക്ക് മുന്നിൽ ഇറങ്ങിയിരിക്കുകയാണ് ബംഗ്ലാദേശിന്റെ വിദേശകാര്യ സെക്രട്ടറിയാണ് ഇന്ത്യക്ക് കത്തെഴുതിയത്. ഇന്ത്യ പുറംകാലുകൊണ്ട കത്തിനെ ചവിട്ടി എറിഞ്ഞു എന്നുള്ളത് മറ്റൊരു കാര്യം. ഇന്ത്യ കൃത്യമായ മുന്നറിയിപ്പ് ബംഗ്ലാദേശിൽ നൽകിയിരുന്നു. ബംഗ്ലാദേശിൽ മുഹമ്മദ് യൂനിസ് സർക്കാർ വന്ന ശേഷവും അതിനു മുൻപ് നടന്ന ന്യൂനപക്ഷ വേട്ട, ഹിന്ദു വംശഹത്യ, അത് ഇന്ത്യക്ക് കയ്യും കെട്ടി നോക്കിയിരിക്കാൻ കഴിയില്ല എന്ന് ഇന്ത്യ താക്കീതിന്റെ സ്വരത്തിൽ പലതവണ പറഞ്ഞു. ഒടുവിൽ ഇന്ത്യയിലെ RSS എന്ന പ്രസ്ഥാനം ശക്തമായി തന്നെ ഇടപെടുമെന്ന് നേരിട്ട് ബംഗ്ലാദേശിന് മുന്നറിയിപ്പ് നൽകി. അതിർത്തികളിൽ ബംഗ്ലാദേശിന്റെ സൈന്യം ഓരോ തോക്കും കൊണ്ട് റോന്ത് ചുറ്റിയിട്ട് കാര്യമില്ല. കാരണം പറയുന്നത് ഇന്ത്യയാണ്. ഇന്ത്യ പറയുന്നത് പ്രവർത്തിക്കും. ഇന്ത്യയിലെ സൈന്യം ഇറങ്ങേണ്ടതില്ല. ഇന്ത്യയിലെ RSS ഇറങ്ങിയാൽ മതി. ബംഗ്ലാദേശിനെ ഞങ്ങൾ പാഠം പഠിപ്പിക്കുമെന്ന് RSSന്റെ ദേശീയ വക്താവ് തന്നെ വ്യക്തമാക്കി. പിന്നാലെ വലിയ തോതിലുള്ള ഇടപെടലുകൾ ഉണ്ടായി. ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം ഉപയോഗിച്ചുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ ബംഗ്ലാദേശ് വിഷയം ആളിക്കത്തിച്ചു. അതിൻ്റെ പ്രതിഫലനങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ ഏറ്റവും നിർണായകമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. കാരണം അമേരിക്കയിൽ ഇനി വരാൻ പോകുന്നത് ട്രംപിൻ്റെ യുഗമാണ്. ട്രംപ് എന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും ഏറ്റവും വിശ്വസ്തനുമായ വ്യക്തിയാണ്. ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സൗഹൃദ രാഷ്ട്രമായി അമേരിക്ക ഇനി മാറാൻ പോവുകയാണ്. ആ ഒരു ഘട്ടത്തിൽ ഇന്ത്യക്ക് താല്പര്യമുള്ള ഒരു വിഷയത്തിൽ ഇടപെടാതിരിക്കാൻ അമേരിക്കയ്ക്കാകില്ല. അതുകൊണ്ട് തന്നെയാണ് ട്രംപിൻ്റെ സ്ഥാനാരോഹണത്തിന് മുൻപായിട്ട് പോലും അമേരിക്കയുടെ മുഖ്യ സുരക്ഷാ ഉപദേഷ്ടാവ് ഇത്തരമൊരു വിഷയത്തിൽ അമേരിക്കയുടെ കൃത്യമായ ആശങ്ക പ്രകടിപ്പിച്ചു എന്ന് മാത്രമല്ല, ബംഗ്ലാദേശിന് താക്കീതിൻ്റെ സ്വരത്തിൽ തന്നെ മുന്നറിയിപ്പ് നൽകുന്നു. നിങ്ങളുടെ രാജ്യത്ത് നടക്കുന്ന ന്യൂനപക്ഷ വേട്ട അവസാനിപ്പിക്കുക. നിങ്ങളുടെ രാജ്യത്ത് ഇനി ഒരു ഹിന്ദുവും ഒരു ക്രിസ്ത്യാനിയും ഒരു ബുദ്ധനും ഒരു ന്യൂനപക്ഷ മതവിഭാഗവും ബുദ്ധിമുട്ട് അനുഭവിക്കരുത്. നിങ്ങളുടെ നാട്ടിലെ ഇസ്ലാമിക ഭീകരവാദികളെ നിലയ്ക്ക് നിർത്തുക എന്ന് മുഹമ്മദ് യൂനിസ് സർക്കാരിനോട് അമേരിക്ക ശക്തമായ ഭാഷയിൽ പറഞ്ഞിരിക്കുന്നു. ഇനി എന്താണ് വേണ്ടത്? ഇവിടെ ഇപ്പോഴും ഇന്ത്യ എന്തു ചെയ്തു എന്ന് ഇന്ത്യയിലെ പ്രതിപക്ഷം തന്നെ ചോദിച്ചു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. പക്ഷേ അജിത് ഡോവൽ എന്ന ചാണക്യതന്ത്രത്തിൻ്റെ ഉപജ്ഞാതാവ്, അജിത് ഡോവൽ എന്ന ബുദ്ധി രാക്ഷസൻ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ എങ്ങനെയായിരിക്കുമെന്നുള്ളത് ആർക്കും തന്നെ ഊഹിക്കാൻ കഴിയില്ല. നമുക്കറിയാം, പാകിസ്ഥാനിലും കാനഡയിലുമൊക്കെ അജ്ഞാതന്മാർ വിലസി നടന്ന കാലഘട്ടങ്ങൾ. ഇപ്പോൾ ഇവിടെ ബംഗ്ലാദേശിലും അജ്ഞാതർ പണി തുടങ്ങിയിരിക്കുന്നു. ബംഗ്ലാദേശിൽ പണി തുടങ്ങിയത് അജ്ഞാതരല്ല, അരാക്കൻ ആർമിയാണെന്ന് മാത്രം.
ബംഗ്ലാദേശിൻ്റെയും മ്യാൻമാറിൻ്റെയും അതിർത്തിയിൽ പ്രവർത്തിച്ചിരുന്ന മ്യാൻമാറിലെ സായുധ സംഘമായ അരാക്കൻ ആർമി ബംഗ്ലാദേശിൻ്റെ വലിയൊരു ഭൂവിഭാഗം പിടിച്ചെടുത്തിരിക്കുന്നു. അവരുടെ ആവശ്യം പുതിയൊരു രാജ്യമാണ്. ആ പുതിയൊരു രാജ്യത്തിന് വേണ്ടിയുള്ള അവകാശം അവർ ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അരാക്കൻ ആർമിയുടെ രോമത്തിൽ തൊടാൻ കഴിവില്ലാതെ ബംഗ്ലാദേശിലെ സൈന്യം പിന്തിരിഞ്ഞ് ഭയന്നോടുന്ന കാഴ്ച ബംഗ്ലാദേശിൽ നിന്ന് കാണുന്നു. ഇതൊക്കെ വരുത്തി വച്ചത് ഇസ്ലാമിക ഭീകരന്മാരാണ്. മുഹമ്മദ് യൂനിസ് സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവന്നത് പോലും ഇന്ത്യയാണ്. ഒരു ഇടക്കാല സർക്കാർ വരട്ടെ, ഒരു നൊബേൽ സമ്മാന ജേതാവ് വരട്ടെ, പക്ഷേ പ്രതീക്ഷിച്ചതിന് വിരുദ്ധമായി ഒരു വൃത്തികെട്ട ഇസ്ലാമിക ഭീകരവാദിയേക്കാൾ ഗതികെട്ട അവസ്ഥയിലാണ് മുഹമ്മദ് യൂനിസ് ബംഗ്ലാദേശിനെ പിന്നീട് നയിച്ചത്. ഹിന്ദു വേട്ടയ്ക്കെതിരെ ഹിന്ദു പുരോഹിതന്മാരെ തെരുവിലിട്ട് കൊല്ലുന്നതിനെതിരെ കണ്ണടച്ചു മുഹമ്മദ് യൂനിസ്. പള്ളികൾ ആക്രമിച്ചപ്പോൾ, ഹിന്ദു ദേവാലയങ്ങൾ ആക്രമിച്ചപ്പോൾ, ക്രിസ്ത്യൻ ദേവാലയങ്ങൾ ആക്രമിച്ചപ്പോൾ, ബുദ്ധവികാരങ്ങൾ ആക്രമിച്ചപ്പോഴൊക്കെ കയ്യും കെട്ടി അനുവാദം നൽകി ഈ മുഹമ്മദ് യൂനിസ് സർക്കാർ. അതിനുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ ലഭിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് പുറത്തു വരുന്നത്. ബംഗ്ലാദേശിന് അമേരിക്കയുടെ കർശനമായ താക്കീത്. ഹിന്ദു വേട്ട നിർത്തിയില്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഇടപെടേണ്ടി വരുമെന്ന് അമേരിക്കയുടെ മുഖ്യ സുരക്ഷാ ഉപദേഷ്ടാവ് ജാക്ക് സാലിവൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു. ബംഗ്ലാദേശ് ഭരണകൂടത്തിന് അമേരിക്കയുടെ താക്കീത്, അന്ത്യശാസനം. ഇന്ത്യയുടെ ഇടപെടൽ ഫലം കണ്ടിരിക്കുന്നു. മോദിക്ക് വേണ്ടി ട്രംപ് രംഗത്തിറങ്ങിയിരിക്കുന്നു. ഇന്ത്യക്കാരെ, ഹിന്ദുക്കളെ തൊട്ടാൽ ഇനി ബംഗ്ലാദേശിനെതിരെ അമേരിക്കയുടെ നടപടി വരുമെന്നാണ് ഇപ്പോൾ അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നത്.